അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുടുംബപരമായിട്ടുള്ള ചെറിയ സബ്ജക്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കല്യാണത്തിന് മുമ്പ് കല്യാണമൊക്കെ ആലോചിച്ച് വെക്കുമ്പോൾ പിന്നെ ഭയങ്കര ഫോൺ വിളിയായിരിക്കും. അപ്പോൾ എന്ത് സ്നേഹമെന്നറിയാം, ചക്കരെ മുത്തേ പൊന്നെ, നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു തരും. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, കല്യാണം കഴിഞ്ഞങ്ങ് വീട്ടിൽ ചെന്ന് കയറിയാൽ മതി, പിന്നെ നമുക്ക് സ്വർഗമാണ്, ഭൂമിയിലും ആകാശത്തും അല്ലാതെ നമുക്ക് ജീവിക്കാം. ഇതൊക്കെയാണ് ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുന്ന പെൺകുട്ടിക്കും ആ കുട്ടിയെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന പുരുഷന്മാർക്കും മനസ്സിലുള്ളത്. പക്ഷെ ഇവളങ്ങ് കയറി ചെന്ന് ആദ്യ നാളുകളിലെ ആ സ്വാദെല്ലാം നുകർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നതിൻ്റെ തത്രപ്പാടാണ്. അവിടെ മുതൽ പല പല പ്രശ്നങ്ങൾ തുടങ്ങും. അപ്പോൾ പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ പറയുന്ന ഇഷ്ടപ്പെടാതെ വരുമ്പം അവിടെ പല പല പ്രശ്നങ്ങളായി, വാക്ക് തർക്കമായി. ഇതിനിടയിൽ ബന്ധുക്കളും കൂടി ഇടപെട്ടാൽ തീർച്ചയായിട്ടും അവിടെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഈ കാര്യം എല്ലാവർക്കും കൂടിയാണ് പറയുന്നത്. ഒരാൾ വീട്ടിലേക്ക് കയറി വന്നാലും നമ്മുടെ നാവ് ചെറിയ ഒരു അവയവമാണ്. ആ അവയവം ചലിപ്പിക്കുന്നത് വളരെ അളന്ന് കുറിച്ച് തിട്ടപ്പെടുത്തി മാത്രമേ ആകാവൂ. പക്ഷേ അത് കയറി ചെന്ന പെൺകുട്ടിയോട് മാത്രമല്ല, അവളെ സ്വീകരിക്കുന്ന പുരുഷനോടും ആ വീട്ടിലുള്ളവരോടും കൂടിയാണിത് പറയുന്നത്. പല കുടുംബങ്ങളിലും നിസ്സാര കാര്യങ്ങളാണ് വലിയ വലിയ തീയായിട്ട് ആളിക്കത്തുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ പെൺകുട്ടിയുടെ അമ്മ ഈ കുട്ടിയെ അങ്ങ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എപ്പോഴും കാണണം, അതുവരെ അവരുടെ വീട്ടിൽ നിന്നതാണ് എന്നുള്ള ഒരു ചിന്തയില്ല. പിന്നെ ഭയങ്കര ഫോൺ വിളിയാണ്. ഈ ഫോൺ വിളി എന്ന് പറയുന്നതാണ് ഏറ്റവും വിഷം. അതായത് ആ കുട്ടി നല്ലതായിട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് വളരെ ചിട്ടയോട് പോകുന്ന സമയത്താണ് അമ്മ വിളിച്ച് ഓരോ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നത്. അതോടുകൂടി വളരെ പ്രശ്നമാവും. ഇനി അവിടെ ചെന്ന് കയറുമ്പോൾ ഇന്നലെ മുതൽ എന്നോട് മാത്രം ആദ്യം ഒന്ന് സംസാരിച്ചിട്ട് പോകുന്ന എൻ്റെ മോൻ ഇന്ന് മുതൽ എന്നോടുള്ള ആ സ്നേഹം കുറഞ്ഞു പോയോ എന്നൊരു ചിന്ത ആ വീട്ടിലെ അമ്മയ്ക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ പല സ്ഥലത്തും അമ്മമാർ മാറിയിട്ടുണ്ട്. അവർക്ക് പണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടി വന്നതുകൊണ്ട് കുറേ അമ്മമാർക്കൊക്കെ മാറ്റമുണ്ട്. പക്ഷേ കയറി ചെല്ലുന്ന കുട്ടിക്ക് വീട്ടിൽ എങ്ങനെയാണോ നോക്കിയിരുന്നത് അതിൽ നിന്നും ഒരല്പം കുറഞ്ഞു പോയാൽ അവിടെ പ്രശ്നമാകും.